കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു യോഗത്തിൽ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സമയം കൊടുത്തു. അപ്പോൾ അതിൽ നമുക്ക് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാം. അപ്പോൾ ഒരു ബംഗാളി ഉറക്കെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, കേരളം വികസിച്ചു, ഈ വികസനങ്ങൾ എന്തേ ബംഗാളിൽ വന്നില്ല എന്ന്. അപ്പോൾ അതിനുത്തരം രാഹുൽ ഗാന്ധി കൊടുത്തില്ല, ഒരു രാഷ്ട്രീയ നേതാക്കളും കൊടുത്തില്ല. അതുമാത്രമല്ല, അപ്പോൾ ഷാഫി പറമ്പിൽ ആ മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് തൊഴിലുറപ്പിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. ഒരു ബംഗാളിക്ക് എന്തായാലും തൊഴിലുറപ്പിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഒരു ബംഗാളി ചോദിച്ച ചോദ്യത്തിന് അവരാരും തന്നെ ഉത്തരം പറയാത്തത്? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം വികസിച്ചത്? അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. വലിയ രാഷ്ട്രീയ ഭാഷയിലൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് പറയാം. ഒന്ന്, ക്രൈസ്തവ ചർച്ചുകൾ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും സ്ഥാപിച്ചു. അതുപോലെ തന്നെ NSS, മുസ്ലിംസ്, ഈഴവ സംഘടനകൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വിദേശ നാണയങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ കാരണം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി ചോരയും നീരും കൊടുത്ത് കഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിലേക്ക് വിദേശ നാണയങ്ങൾ ഒഴുകിയെത്താൻ ഒരു പ്രധാന കാരണമായി. മറ്റൊരു കാരണം, നമ്മുടെ നാട്ടിൽ നമ്മൾ വർഗീയത അനുവദിക്കാറില്ല. വർഗീയത പറയുന്നവർക്കെതിരെ നമ്മൾ ചെറുത്ത് നിൽക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ സമാധാനപരമായി തുറന്ന ഒരു ചർച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളായാലും രാഷ്ട്രീയ നേതാക്കളായാലും തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടീനെ നമ്മൾ തുടർച്ചയായിട്ട് ഭരിക്കാൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ്.